കേസുകളിൽ ഇരട്ടത്താപ്പോ എന്നതാണ് ചോദ്യം. കേസുകളിൽ ഇരട്ടത്താപ്പുമാണ് യഥാർത്ഥ വിഷയങ്ങളിൽ നിന്നും വ്യതിചലിക്കാൻ ഒരു ഫോട്ടോ യുദ്ധത്തിലേക്കാണ് ഇവിടെ സർക്കാർ പോകുന്നത്. അതിന് തുടക്കമിട്ടത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സോണിയാഗാന്ധിയെ കാണാൻ വന്ന ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രം എടുത്തുകൊണ്ട് അതൊരു വലിയ വിഷയമാക്കി അവതരിപ്പിച്ചത്. അത് അവതരിപ്പിക്കുമ്പോഴും മുഖ്യമന്ത്രിയുടെ പാർട്ടിയിലെ ജില്ലാ സെക്രട്ടറിയായി കേസിലെ സൂത്രധാരൻ ജയിലിൽ കിടക്കുകയാണ്. അയാൾ ഇപ്പോഴും പാർട്ടിയിലെ ജില്ലാ കമ്മിറ്റിയിൽ തുടരുകയാണ്. അപ്പോൾ ഭരിക്കുന്ന സർക്കാരിനെതിരെ വിമർശനം വരുമ്പോൾ, ഭരിക്കുന്ന സർക്കാരിന് ഉത്തരവാദപ്പെട്ട കാര്യങ്ങളിൽ ചോദ്യങ്ങൾ വരുമ്പോൾ അതിന് മറുപടിയില്ലാതെ അന്ന് അയാളെ കണ്ടിട്ടുണ്ടല്ലോ, അന്ന് അപ്പുറത്തേക്ക് പോയിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത് ഒരു മറുപടിയല്ല. ഇനി ചിത്രങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ സർക്കാരിന് ചിത്രങ്ങളുടെ കാര്യത്തിൽ വേറെ മറുപടി പറയാനുണ്ട്. മുഖ്യമന്ത്രിയുമായിട്ടുള്ള ചിത്രത്തിന്റെ കാര്യം മാത്രമല്ല, വേറെയും ചിത്രങ്ങളുണ്ടല്ലോ. ഇന്നിപ്പോൾ കടകംപള്ളി ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി, അതോടൊപ്പം തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഇത് ബാംഗ്ലൂർ വിമാനത്താവളത്തിന് പുറത്ത് ഒരുമിച്ചിരുന്ന ആലോചനകൾ നടത്തുന്ന ഫോട്ടോ ആണ്. 2 ചിത്രങ്ങളുണ്ട്. ആ ചിത്രങ്ങൾ ഷിബു ബേബിജാനാണ് പുറത്തുവിട്ടത്. അത് പുറത്തുവിടുമ്പോൾ അദ്ദേഹം പ്രത്യേകം പറഞ്ഞു, ഈ ചിത്രം ഞാൻ പുറത്തുവിടാൻ ഉദ്ദേശിച്ചിരുന്നില്ല, ഇതെനിക്ക് വളരെ മുമ്പ് കിട്ടിയതാണ്. പക്ഷേ സോണിയാഗാന്ധിക്കെതിരെ അനാവശ്യമായ ചർച്ചകളും വിവാദങ്ങളും നടത്തുന്ന പശ്ചാത്തലത്തിൽ ഞാനിത് പുറത്തുവിടുകയാണ്. അപ്പോൾ ആ കൂടിക്കാഴ്ച മന്ത്രിയായിരിക്കുമ്പോഴാണ്. എന്തിനാണ് ബാംഗ്ലൂർ വിമാനത്താവളത്തിൽ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അവിടെ ഒരു കൂടിയാലോചന അന്നത്തെ ദേവസ്വം മന്ത്രി നടത്തിയത്? അപ്പോൾ ദേവസ്വം മന്ത്രി ഇപ്പോൾ മാനനഷ്ട കേസ് കൊടുത്തിട്ട് ആ മാനനഷ്ട കേസിന് അവിടെ മറുപടി പറയുമ്പോൾ അവിടെ ഈ പറയുന്ന അന്നത്തെ ദേവസ്വം മന്ത്രിയുടെ അഡ്വക്കേറ്റ് പല ദിവസങ്ങളിൽ കോടതിയിൽ ഹാജരായില്ലല്ലോ. അപ്പോൾ മാനനഷ്ട കേസ് കൊടുക്കുന്നു എന്നുള്ളത് ഒരു വാദമാണ്. ഇനി മുഖ്യമന്ത്രിമാരുടെ ചിത്രവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ AI ചിത്രം പ്രചരിപ്പിച്ചിട്ടുണ്ട്, ശരിയാണ്. ആ AI ചിത്രം ഇപ്പോൾ ഒരു കോൺഗ്രസിലെ ഈ പറയുന്ന ഒരു പ്രവർത്തക സമിതി അംഗം എടുത്ത് രാഷ്ട്രീയകാര്യ സമിതി അംഗം എടുത്ത് ഷെയർ ചെയ്യണോ എന്നുള്ളത് ഒരു ധാർമ്മികമായ പ്രശ്നമാണ്. അങ്ങനെ ചെയ്യുന്നത് ധാർമ്മികമായി ശരിയല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം അവനവൻ ഷെയർ ചെയ്യുന്നതിൻ്റെ ഉത്തരവാദിത്വം അവനവനുണ്ടാകണം. അങ്ങനെയുള്ള ഉത്തരവാദിത്വം ഈ CPM നേതാക്കളും പ്രവർത്തകരും ആ ഉത്തരവാദിത്വം കാണിച്ചിട്ടാണോ മറുചോദ്യം ചോദിക്കുന്നതെന്ന ചോദ്യമുണ്ട്. ഈ വിഷയത്തിൽ തന്നെ എൻ്റെ ചർച്ചയിൽ പങ്കെടുക്കാൻ വന്ന VPP മുസ്തഫ, CPMലെ പ്രധാനപ്പെട്ട നേതാവാണല്ലോ, അദ്ദേഹം AI ചിത്രം സോണിയാഗാന്ധി ചിരിച്ചുകൊണ്ട് പോറ്റിയുമായി ചിരിച്ചു നിൽക്കുന്ന, സോണിയാഗാന്ധി അങ്ങനെ വെളുക്കനെ ചിരിച്ച് നമ്മൾ ആരും കണ്ടിട്ടില്ല, അങ്ങനെ ചിരിക്കുന്ന ഒരു ദൃശ്യം AI ചിത്രം അദ്ദേഹം പാട്ടോടുകൂടി ഷെയർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിന് ഉത്തരവാദിത്തമില്ലേ? അപ്പോൾ അതിനും ഈ പറഞ്ഞ കേസില്ലേ? ഈ പറയുന്ന കലാപാഹനത്തിന് കേസ് എടുക്കേണ്ടതല്ലേ? അപ്പോൾ എന്താണ് അത്? ഇരട്ടത്താപ്പാണ്. വേറെയും ഇരട്ടത്താപ്പുകളുടെ കേസുണ്ടല്ലോ. ഞാനടക്കമുള്ള വനിതാ മാധ്യമ പ്രവർത്തകരുടെ, സർക്കാരിന് വേണ്ടി കുഴലൂത്ത് നടത്താത്ത വനിതാ മാധ്യമ പ്രവർത്തകർക്ക് ഏതൊക്കെ രൂപത്തിൽ സൈബർ ഇടത്തിൽ ആക്രമിക്കുന്നു, ഏതൊക്കെ രൂപത്തിൽ അശ്ലീല ചിത്രങ്ങൾ വെച്ചിട്ട് ആക്രമിക്കുന്നു, കേസെടുത്തിട്ടുണ്ടോ? പരാതി പോയിട്ടില്ലേ? എത്ര കേസിൽ നടപടി ഉണ്ടായിട്ടില്ല. ഇനി പറയാം, ഇനിയുണ്ടല്ലോ വടകരയിലെ KK രമയ്ക്കെതിരെ നടന്ന സൈബർ ആക്രമണങ്ങൾ. അവർ പറഞ്ഞ് ഇനിയിപ്പോൾ കേസ് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. TP ചന്ദ്രശേഖരൻ വധത്തിന് പിന്നാലെ രമയ്ക്കെതിരെ സൈബർ ആക്രമണം തുടങ്ങിയായിരുന്നു. ആസ്ഥാന വിധവയെന്നാണ് പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാവ് വിശേഷിപ്പിച്ചത്, മറക്കരുത്. പിന്നെ 2018 ഫെബ്രുവരി 15 വടകരയും പരിസര പ്രദേശങ്ങളുണ്ടായ ആക്രമണങ്ങൾക്കെതിരെ പ്രതിപക്ഷം സംഘടിപ്പിച്ച റാലിയിൽ പങ്കെടുത്തതിന് അശ്ലീല പരാമർശങ്ങൾ നടത്തി. 2020 ജൂൺ 12 TP വധക്കേസ് പ്രതി CPM നേതാവുമായ PK കുഞ്ഞനന്ദന്റെ മരണത്തിന് പിന്നാലെ TP ചന്ദ്രശേഖരനെ ഓർമ്മിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടപ്പോഴും അതിന് താഴെയും വന്ന് അശ്ലീലം വിളമ്പി. 2023 മാർച്ച് 18 നിയമസഭാ സംഘർഷത്തിൽ KK രമയ്ക്ക് പരിക്കേറ്റത് കള്ളത്തരമാണെന്ന് പറഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ അപകീർത്തിപ്പെടുത്തി. ഇതിലൊക്കെ തന്നെയും അവർ പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. ഒരൊറ്റ കേസെടുത്തോ? കേസും ഇല്ല, നടപടിയില്ല, ഒന്നുമില്ല. ഇനി വേറെയുണ്ടല്ലോ, CPM സൈബർ ഇടത്തിൽ നടത്തിയ ആക്രമണങ്ങളിൽ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മനെതിരെ നടന്ന സൈബർ ആക്രമണം ഉണ്ടല്ലോ. റെയിൽ പദ്ധതിക്കെതിരെ എഴുതിയ കവി ഹേ കെ എന്ന് പറയുന്ന കവിത എഴുതിയ റഫീഖ് അഹമ്മദിനെതിരെ നടന്ന സൈബർ ആക്രമണം ഉണ്ടല്ലോ, കേസെടുത്തോ? വടകരയിൽ സ്ഥാനാർത്ഥിയെന്ന ഷാഫി പറമ്പിലിനെതിരെ നടന്ന സൈബർ ആക്രമണം ഉണ്ടല്ലോ, കേസെടുത്തോ? പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോയില്ല. നമ്മൾ ആ കേസും അതിന് പിന്നെ മുന്നോട്ടുള്ള കാര്യങ്ങൾ നടന്നു കഴിഞ്ഞപ്പോൾ പകുതിയായപ്പോഴേക്കും അത് നിന്നു. ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ശ്രീനിവാസിന്റെ ഭൗതികദേഹം കാണാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയപ്പോൾ എഴുന്നേറ്റ് നിൽക്കാത്തതിന് ധ്യാൻ ശ്രീനിവാസിനെതിരെ ഏറ്റവും കൂടുതൽ നടന്നതാണ് സൈബർ ആക്രമണം നടന്നല്ലോ, കേസെടുത്തോ? അങ്ങനെ ഇഷ്ടം പോലെ കേസുണ്ടെന്നേ. ഇവിടെ പ്രതിപക്ഷ നേതാവിനെയും മാധ്യമപ്രവർത്തകരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് അശ്ലീല പരാമർശം നടത്തുന്ന സൈബർ വിങ്ങുണ്ട്. CPMന്റെ സൈബർ പ്രവർത്തകരാണ്. കേസുണ്ടോ? കേസില്ല. ഇതിന് കേസ് എടുത്തിട്ടില്ല. അല്ല, ഞാൻ പറയട്ടെ, നമുക്കിപ്പോൾ ഈ 10 കൊല്ലമായി ഭരിക്കുന്ന സർക്കാർ എന്റെ കാര്യത്തിൽ ഇടപെടരുത്. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നേരത്തെയുള്ള കേസുകൾ നമുക്ക് ചർച്ച ചെയ്യാമെന്നേ. അതിനി വരുമല്ലോ. ഇനി അടുത്ത ഭരണത്തിൽ അവർ ഇറങ്ങിയെടുക്കാം. ഇല്ല, ഈ 10 വർഷത്തിനിടെയാണ് സൈബർ, പറയട്ടെ പ്ലീസ്, ഈ 10 വർഷത്തിനിടെയാണ് സൈബർ ഇടത്തിലെ പ്രവർത്തനങ്ങളൊക്കെ ശക്തമായതും ഈ തരത്തിൽ സൈബർ വിങ്ങുകളൊക്കെ ശക്തമായതും ഈ സമയത്താണ് ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പിണറായി വിജയൻ മുഖ്യമന്ത്രി
ഇരിക്കുമ്പോഴാണ് അതിജീവിതക്കെതിരെ പോസ്റ്റ് ഇട്ട വീഡിയോ ചെയ്ത ആളുകൾക്കെതിരെ ഉടനടി നടപടിയെടുത്തത്. കാണാതെ ഒരു മിനിറ്റ് അതാണ് പറഞ്ഞത്. അതായത് അത് രാഷ്ട്രീയമായി ഗുണം ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ്. അങ്ങനെ പറയരുത്. ഞാൻ പറയും സുജയ പറയണ്ടായില്ല. അത് സുജയ്ക്ക് അഭിപ്രായം പറഞ്ഞു. അങ്ങനെ വേദനിക്കൊന്നും വേണ്ട. എനിക്ക് എന്റെ അഭിപ്രായം പറയാനോ. ഞാൻ എന്റെ അഭിപ്രായം പറയാം. എന്റെ സമയമാണിത്. സമ്മാനത്തിന്റെ സമയം കഴിഞ്ഞു. എന്റെ സമയമാണല്ല. ഇനി എന്റെ സമയമാണ്. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ കേട്ടോ. അപ്പോൾ പിണറായി വിജയൻ കേസെടുക്കുന്നത് എങ്ങനെയാണ്? രാഷ്ട്രീയമായി ഗുണം ചെയ്യുന്ന കേസുകൾ വേഗം കേസെടുക്കും. അപ്പോൾ പെട്ടെന്ന് അതാ മുഖ്യമന്ത്രി അതാ രക്ഷകരായി വന്നിരിക്കുന്നു എന്ന രൂപത്തിൽ ഫോട്ടോകൾ പ്രചരിപ്പിക്കും. അത് വലിയ രീതിയിൽ സൈബർ ഇടത്തിൽ ആഘോഷിക്കും. ഇതൊക്കെ ഒരു വസ്തു കാണുന്നുണ്ട്. എന്നാൽ അതേ രൂപത്തിൽ പരാതികൾ നൽകുന്ന പലർക്കുമെതിരെ നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഈ പറഞ്ഞ സുബ്രഹ്മണ്യവുമായി ബന്ധപ്പെട്ട കേസ് നേരത്തെ തന്നെ സുബ്രഹ്മണ്യൻ പറഞ്ഞതാണ്. പോലീസ് വളരെ സൗഹാർദ്ദപരമായി 6 മണിക്ക് എത്തുന്നു. അത് കഴിഞ്ഞിട്ട് മൊഴിയെടുക്കലാണെന്ന് പറഞ്ഞു. അവർ ചായയൊക്കെ കൊടുത്തു. അവർ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോൺ വരികയാണ്. കസ്റ്റഡിയിൽ എടുക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഇത് കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരുമെന്ന് പറയുന്നു. അപ്പോൾ ശരി, എന്നാൽ കസ്റ്റഡിയിൽ എടുക്കാം, ഞാൻ വണ്ടിയിൽ വന്നോളാം. അത് പറ്റില്ല. രണ്ടാമത്തെ കോൾ വരികയാണ്. അത് പറ്റില്ല, പോലീസ് വാഹനത്തിൽ വരണം എന്ന് പറയുന്നു. പോലീസ് വാഹനത്തിൽ പോവുകയാണ്. എടുത്ത വകുപ്പുകൾ അറിയാമല്ലോ. ഈ പറയുന്ന BNS 192, അതോടൊപ്പം തന്നെ 120A കേരള പോലീസ് ആക്ട്, ഇത് രണ്ടും ഇവിടെ നിൽക്കുന്ന കേസല്ല. നിയമവിദഗ്ധർ തന്നെ പറയുകയാണ്, വേണമെങ്കിൽ ഇത് സോമോട്ടോ എടുത്ത കേസാണ്, വേണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് മാനനഷ്ട കേസ് കൊടുക്കാം. അതല്ലാതെ ഒരു തരത്തിൽ നിൽക്കുന്ന കേസല്ല. ഇനിയിപ്പോൾ ഈ കേസ് എടുത്തുകൊണ്ട് നേരത്തെ ജിമ്മി പറഞ്ഞ പോലെ രാഷ്ട്രീയമായി ഇത് കോൺഗ്രസാണ് ഗുണം ചെയ്യുക. കാരണം അവർക്കത് ഒരു വലിയ ആഘോഷമായി അവിടെ വീണ്ടും പോറ്റിയെ കയറ്റി പാട്ട് കേൾപ്പിക്കാനായി. ഈ പറയുന്ന ഈ സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞ അവിടുത്തെ കോൺഗ്രസ് നേതാവ് അവിടെ പോലും അത്രത്തോളം ഇപ്പം അത്ര സജീവമല്ലാത്ത അല്ലെങ്കിൽ ആ രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടാത്ത ഒരു നേതാവാണ്. അദ്ദേഹം ഇപ്പോൾ ഒരു ഹീറോ ആയി വരുന്നു. അപ്പോൾ അതിനൊക്കെ വരുത്തുന്ന രീതിയിൽ പോലീസ് ഇവിടെ പ്രവർത്തിച്ചിരുന്നു. പോലീസ് ഇത് സ്വമേധയാ എടുത്താണ് ഞാൻ കരുതുന്നില്ല. ഇതിനൊരു മുകളിൽ നിന്നുള്ള നിർദ്ദേശമുണ്ട്. ഈ നിർദ്ദേശം ഈ പറഞ്ഞതുപോലെ ഭരണത്തിന്റെ അവസാന നിമിഷങ്ങളിൽ അവസാന മാസങ്ങളിലുള്ള വെപ്രാളമാണ് ഈ കാണുന്നത്. ഈ വെപ്രാളമാണ് ഈ കേസുകളും ഈ നടപടികളും. ഇതിനെതിരെ ശബ്ദിക്കേണ്ടത് ഇവിടുത്തെ മാധ്യമ ലോകമാണ്. അത് പ്രതികരിക്കേണ്ടതുണ്ട്. ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യും. മാധ്യമപ്രവർത്തകർക്കെതിരെ എടുത്ത കേസുകളടക്കം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇതൊന്നും മറന്നു പോകാൻ പറ്റില്ല. ഇരട്ടത്താപ്പാണ് എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. ഇടവേളയ്ക്ക് ശേഷം ഒറ്റ കാര്യം പറയട്ടെ. ഈ ഷിബു ബേബി ജോൺ പുറത്തുവിട്ട ഫോട്ടോയിനകത്ത് ഒരു താടി വെച്ച ഒരാളുണ്ട്. ഈ താടി വെച്ച ആൾ തന്നെയാണ് ആരോടെ സോണിയാഗാന്ധിന്റെ കൂടെ നിൽക്കുന്നത്. അപ്പൊ അവിടെ തന്നെ ചോദിച്ചാൽ പോലും ഇത് ആരാണെന്ന്. അല്ല, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഏത് ഷിബു ബേബി ജോണിന്റെ കൂടെ ഏത് കടകംപള്ളി സുരേന്ദ്രന്റെ കൂടെ നിൽക്കുന്ന താടി വെച്ച ആയിക്കോട്ടെ, ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ കൂടെ നിൽക്കുന്ന ഈ ആള് തന്നെയാണ് ആരെ കൂടെ നിൽക്കുന്നത്? ഉണ്ണികൃഷ്ണൻ പോറ്റി കൂടെ ഈ പറഞ്ഞ സോണിയാഗാന്ധിന്റെ കൂടെ നിൽക്കുന്നത്. അപ്പൊ ഇവരോട് തന്നെ ചോദിച്ചാൽ പോലും ഇത് ആരാണെന്ന്. അങ്ങനെയല്ല, ശ്രീ ആന്റോ, അങ്ങയെ കാണാൻ പല ആളുകളും വരും. നമുക്കറിയാൻ പറ്റില്ല, ജാതകം നോക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം ആദ്യമായി മനസ്സിലാക്കൂ. അങ്ങനെ പറയല്ലേ, അങ്ങനെ പറഞ്ഞു പോലെ വന്ന് കണ്ട് ഈ പറഞ്ഞ ചരട് കെട്ടി പോകുന്ന ചിത്രമല്ല ഇത്. കൂടിയാലോചനയാണ്. ചരട് കെട്ടുന്ന ഫോട്ടോന്റെ കൂടെയുള്ളതല്ല ഇത്. കണ്ട ഉപഹാരം കൊടുക്കുന്നതാണ് ഇതൊക്കെ. സോണിയാഗാന്ധിക്ക് ഉപഹാരം കൊടുക്കുന്ന ഫോട്ടോയിൽ കൂടെ ദേവസ്വം മന്ത്രി നടത്തിയിരിക്കുന്ന ചർച്ചയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ദേവസ്വം മന്ത്രി ഒരു വിമാനത്താവളത്തിന് പുറത്ത് പോറ്റുമായിട്ടിരുന്ന ചർച്ച. ഞാൻ ചോദിക്കുന്നത് ഈ പറയുന്ന ഈ നിങ്ങൾ നേരത്തെ പറഞ്ഞ അങ്ങനെയല്ല, പിണറായി വിജയനല്ലോ ഭരിക്കുന്നത്. പിണറായി വിജയന്റെ ഞാൻ പറഞ്ഞോട്ടെ, ഈ കടകംപള്ളി സുരേന്ദ്രന്റെ കൂടെ നിന്ന ആള് ഈ പറഞ്ഞ ഷിബു ബേബി ജോൺ പുറത്തു വിട്ട ആള് തന്നെയാണ് ഈ സോണിയാഗാന്ധിക്ക് ഉപഹാരം കൊടുക്കുന്നത്. ആ ആളാരാന്ന് പറഞ്ഞാൽ മതി. എന്താ ഉപഹാരം എന്നെങ്കിലും പറയൂ. അറ്റ്ലീസ്റ്റ് ഇത്രയും വലിയ പ്രശ്നമല്ലേ? അല്ല, അറിയില്ലല്ലോ. ശബരിമലയിൽ അടിച്ചു കൊടുക്കുന്നതെന്ന് അറിയില്ല. പറയ്, കോൺഗ്രസിന്റെ പറയണ്ടേ? നോക്കിയേ, ഉണ്ണികൃഷ്ണൻ പേറ്റി പുറകിൽ നിൽക്കുന്നു, മുന്നിൽ ഈ പറയുന്നത് കഴിഞ്ഞില്ല. ഈ ആള് തന്നെയാണ് ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ കൂടെ നിൽക്കുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ ഇദ്ദേഹത്തെ കണ്ടു എന്ന് പറയുന്നത് വലിയ അപരാധവും, ഇവർ കൊണ്ടുപോയി ആരാണ് ഈ പറയുന്ന സോണിയാഗാന്ധി ഉപഹാരം കൊടുക്കുന്ന അപരാധം അല്ലാതെ വാങ്ങുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നത്.
Meet the editors.